ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചീരമുട്ട തോരനാണ്. അപ്പോൾ അതിനായി ഞാൻ ചീരയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ചീര മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലുതായിട്ട് വേണം ചീര മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചെറുതാക്കി മുറിച്ചെടുക്കരുത്. പിന്നെ അതിൻ്റെ താഴെ ഭാഗമില്ലേ, ഈ ഭാഗമില്ലേ തണ്ട്, അപ്പോൾ ഏറ്റവും മൂത്ത തണ്ടാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. വളരെ ഇലയ ചീര ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ തണ്ട് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 5-10 ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായി ആ ഉള്ളി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം, ഒരുപാട് ബ്രൗൺ നിറാവണ്ട, വളരെ ലൈറ്റായിട്ട് ബ്രൗൺ നിറം ആയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച ചീര കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചീരയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിത് വേവിച്ചെടുക്കാം. ചീര വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇത് 4 ഭാഗത്തേക്ക് ഒന്ന് മാടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് 3 മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ആ മുട്ടയ്ക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചൊഴിച്ച പാടും തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഇവിടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് കണ്ടില്ലേ, ഏകദേശം ഇതുപോലെ ഒന്ന് കട്ടയായിട്ട് കിട്ടിയ സമയത്ത് നമ്മൾക്ക് ഈ ചീരയില ഇതിലോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചീരയെല്ലാം നന്നായി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ജലാംശമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ചീര മുട്ടത്തോരൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മളെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്.
അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.